ഗായ്സ്, വെൽക്കം ടു ശാന്തിലാസ് പാരഡൈസ്. ഞാനിന്നുള്ളത് എവിടെയാണെന്ന് പറയും, മറൈൻ ഡ്രൈവിലാണ്. ഇത് കണ്ടു, എന്ത് ഭംഗിയാ. ഈ പൂ ശരിക്കും ഇതിൻ്റെ ഉള്ളിലാണ്, പക്ഷെ ഇത് തൊട്ട ഇങ്ങനെ പീസായിട്ട് വിട്ടുവരും. ഇവിടെ നോക്ക്, താഴെ നോക്ക്. പക്ഷെ ഇതിൻ്റെ ഒരു കഥ പറഞ്ഞു തരാൻ ഇവിടെ ഒരാൾ റെഡിയാണ്. ഇവിടെ ഒന്ന് കഥ ചോദിച്ചാൽ. ചേട്ടാ, ഈ പൂവിൻ്റെ പേരെന്താ, സംഭവം എന്താണെന്നൊന്നും അറിയില്ല, ഒന്ന് ഡീറ്റെയിൽ പറയാമോ? പൂവിന്റെ പേര് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എന്ത് വിധി ഇത്? ഈ മരത്തിന്റെ പേര് പറയാം. മരത്തിന്റെ പേര് പേഴ് എന്നാണ്. പേഴ്. ഇത് തന്നെ വേറൊരു പേഴ് തന്നെ വേറൊരു ടൈപ്പ് കൂടി ഉണ്ട്. അത് ചെറിയ ഉണ്ടക്കായ. രണ്ടു തരം പേഴ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഈ മരം ഇത് താഴെ വീഴുമ്പോഴേ ഇങ്ങനെയായി പോവോ? അതറിയില്ല, അത് മാറ്റുന്നത് ഞാൻ മലയാളപൂർവ്വമായിട്ട് കണ്ടു. പൂവൊക്കെ അല്ലേ? ഇപ്പൊ ഈ മരം വേറെ ഞാൻ കണ്ടേക്കണത് മൂന്നാറ് കാട്ടിൽ മാത്രം. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. വേറെ എങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ മറ്റേ ചെറിയനം പേഴ് എൻ്റെ വീട്ടിലൊരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മൂന്നാറ് കഥ പേരിനെ പറ്റി ചോദിച്ചപ്പോൾ അത് പേഴ്ന്നാണ് മരത്തിന് പേരുന്നത്. അത് പേര് ഇങ്ങനെ അല്ലല്ലോ, വേറെ ടൈപ്പാണോ. അതുകൊണ്ട് രണ്ടരം പേഴുണ്ട്. അതിലൊരേനോട് ഇത് അപൂർവമായിട്ടുണ്ടാവും. എല്ലാ വർഷവും ഉണ്ടാവുമോ? എല്ലാ വർഷം ഉണ്ടാവും. ഞാൻ 2 വർഷമായിട്ട് ഇത് എല്ലാ സോറി ഞാനിവിടെ ഈ ഫ്ലാറ്റിൽ വർക്ക് ചെയ്യണം. ഞാൻ ജോലി സംഭവം എന്തായാലും നല്ല സൂപ്പർ. ഇത് ഭംഗിയാ കാണാനെന്നറിയോ, നല്ല രസമാണ്. മറൈൻ ഡ്രൈവ് വരുന്നവർ ജസ്റ്റ് ഇതൊന്ന് കണ്ടേച്ച് പോകണം കേട്ടോ. ഇതുവഴി പല പ്രാവശ്യം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി വരുമ്പോ എന്തോ ഔഷധ ഗുണമുള്ള ഒരു മരവും ചെടിയൊക്കെയാണ്. എല്ലാവരും ഒന്ന് വരുമ്പോ ഇനി നോക്കണം കേട്ടോ. കാണാം അടുത്ത വീഡിയോയില്. ബൈ ബൈ.